Hi guys, welcome to SimTalk by Navranning.com. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫഹദ് ഫാസിൽ ദിലീഷ് പോത്തൻ ടീമിന്റെ ഏറ്റവും പുതിയ ചിത്രമായ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ വരുന്ന രണ്ടാമത്തെ ചിത്രമാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. ആദ്യ ചിത്രമായ മഹേഷിന്റെ പ്രതികാരത്തിലൂടെ ഒരു സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു ദിലീഷ് പോത്തന്റേത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചിത്രത്തിലും പ്രേക്ഷകർ നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ചിത്രത്തിലെ കണ്ണിലെ പൊയ്ക എന്ന ഗാനവും ഈ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടാൻ പോകുന്നതായിരുന്നു. ഫഹദ് ഫാസിൽ, സുരാജ് വെഞ്ഞാറമൂട്, നിമിഷ സജയൻ, അലൻസിയർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, നിമിഷ സജയൻ എന്നിവരിലൂടെ തുടങ്ങുന്ന കഥ ഫഹദ് ഫാസിലൂടെയും അലൻസിയറിലൂടെയുമാണ് മുന്നോട്ട് പോകുന്നത്. സുരാജിന്റെ സ്വാഭാവിക പെർഫോമൻസ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിമിഷ സജയനിലൂടെ നല്ലൊരു നടിയെ ആണ് ദിലീഷ് പോത്തൻ മലയാളത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ഫഹദ് ഫാസിലിന്റെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ് ചിത്രത്തിലുള്ളത്. മഹേഷിന്റെ പ്രതികാരത്തിൽ ഫഹദിൽ നമ്മൾ കണ്ട നല്ലൊരു നടനെ തൊണ്ടിമുതലും ദൃക്സാക്ഷിയിലും നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കും. അലൻസിയർ ദിലീഷ് പോത്തൻ ചിത്രങ്ങളിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഹേഷിന്റെ പ്രതികാരത്തിലെ ബേബി ചേട്ടനായാലും തൊണ്ടിമുതലിലെ പോലീസ് ഉദ്യോഗസ്ഥനായാലും അലൻസിയർ ഒരേപോലെ അവിസ്മരണീയമാക്കുന്നുണ്ട്. എല്ലാ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും മെച്ചമാക്കിയിട്ടുണ്ട്. സജീവ് പാഴൂറാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ചെയ്തിരിക്കുന്നത്. സിമ്പിളായ ഒരു കഥയും തിരക്കഥയും ദിലീഷ് പോത്തൻ നല്ലൊരു സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരത്തിന്റെ കഥ എഴുതിയിരിക്കുന്ന ശ്യാം പുഷ്കറാണ് ഈ ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ. നാഷണൽ അവാർഡ് ജേതാവായ രാജീവ് രവിയുടെ ക്യാമറ ചിത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു. ഒരു പ്രത്യേക ദൃശ്യാനുഭവം തന്നെയാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. ബിജുപാലിന്റെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് വേണ്ടതായ നാടൻ തനിമ സമ്മാനിക്കുന്നു. കിരൺ ദാസ് ആണ് ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. 2 മണിക്കൂർ മാത്രമുള്ള ഒരു ചിത്രം ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കില്ല. ഇതിനുള്ളൊരു പ്രധാന കാരണം വളരെ സാധാരണമായ ഒരു വിഷയം അങ്ങേയറ്റം തന്മയത്തോടെ എടുത്തു എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, ചിത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് 25ഓളം പോലീസുകാരെ ഈ ചിത്രത്തിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അസാധാരണമായ കഥയോ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഇല്ലാതെ പ്രേക്ഷകരെ ചിരിപ്പിക്കുവാനും പിടിച്ചിരുത്തുവാനും പറ്റുന്നു എന്നുള്ളതിലാണ് ഈ ചിത്രത്തിന്റെ വിജയം. ഓരോ ഷോട്ടും ഒന്നിനൊന്ന് മികച്ചു നിന്ന ഈ ചിത്രത്തെ ഞങ്ങൾ ഒരു ഗുഡ് മൂവിയായി റേറ്റ് ചെയ്യുന്നു. For short times and movie reviews, please visit navranning.com. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ thumbs up and subscribe. Also please do share this video. This is Kiran and Alan signing off. Thank you.